ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൃഷ്ടി ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ സമീർ എന്നെ രക്ഷിക്കെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. സമീർ ആണെങ്കിൽ സൃഷ്ടി കരയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ സമീർ വിചാരിക്കുന്നത് എനിക്ക് തോന്നുകയാണെന്നാണ്. ആണെങ്കിൽ കാറ് പാസ് ചെയ്തു പോകുന്ന സമയത്താണെങ്കിലും ആ കാറിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സൃഷ്ടിയൊന്നും കാണുന്നില്ല. അതേസമയം സൃഷ്ടി വിചാരിക്കുകയാണ് അത് സമീർ ആയിരുന്നു, പക്ഷെ അവൻ ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ ഓർത്തിട്ട് വിഷമിക്കുകയാണ്. അതേസമയം കിരൺ ആണെങ്കിൽ പ്രീതയും ഫാമിലിയുമായിട്ട് കാറിൽ പോകുന്നു. ആ സമയത്ത് പ്രീതയുടെ അമ്മ പറയുകയാണ്, രാധിക എപ്പോഴും ഇങ്ങനെയാണ്, ഞങ്ങൾ തനിച്ചു പോകാമെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പറയണം, ആൻറ്റി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനാണെങ്കിൽ നല്ല ഡ്രൈവറാണ്, എങ്ങും പോയി ഇടിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് കിരൺ ആണെങ്കിൽ ബ്രേക്ക് ഇടുകയാണ്. അപ്പോൾ ആൻറ്റി ശരിക്കും പേടിക്കുന്നുണ്ട്. ആണെങ്കിൽ കളിയാക്കുകയാണ്, ആൻറ്റി പേടിച്ചു പോയെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അപ്പോൾ പറയാണ്, ഈ സർലയ്ക്കാണെങ്കിൽ വയസ്സായി, അവൾക്ക് എന്ത് കണ്ടാലും പേടിയാണ്, പക്ഷെ എന്നെ നോക്ക്, എനിക്ക് വയസ്സായിട്ടില്ല, ഞാനാണെങ്കിൽ എല്ലാം എൻജോയ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു. മുത്തശ്ശിയാണെങ്കിൽ പ്രീതയും കളിയാക്കുന്നുണ്ട്. സർലെ പോലെ തന്നെ പ്രീതയും പഴഞ്ചനാണെന്നൊക്കെ പറയുന്നു. സർല പറയുന്നുണ്ട്, മോൻ വേണമെങ്കിൽ ഇവിടെ ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്നൊക്കെ. കിരൺ പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. സർല എപ്പോൾ പറയുകയാണ്, രാധിക എന്തായാലും ഭാഗ്യവതിയാണ്, കുഞ്ഞിലെ തൊട്ടേ നിങ്ങളെ സ്നേഹിക്കാനൊക്കെ പറ്റിയല്ലോ, എനിക്കാണെങ്കിൽ സൃഷ്ടിയും പ്രീതയും വളർത്താനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് കിരൺ പറയുകയാണ്, സൃഷ്ടിയാണെങ്കിൽ വളർന്നിട്ടുണ്ട്, പ്രീത അങ്ങനെയല്ല, ഇപ്പോഴും വളർന്നിട്ടില്ല, ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെയാണ് പെരുമാറുന്നതെന്നൊക്കെ. പ്രീതി അപ്പോൾ തർക്കിക്കുകയാണ്, ഇവനാണെങ്കിൽ സ്വയം ബുദ്ധിമാനാണെന്നാണ് വിചാരം, പക്ഷേ ഇവൻ ഒരു ബുദ്ധിയുമില്ല, എപ്പോഴും കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണെന്നൊക്കെ പറയുന്നു. കിരൺ പറയാണ്, ഇവളോട് എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാകത്തില്ല, ചുമ്മാ എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ട് തന്നെ ഇരിക്കുകയാണെന്നൊക്കെ. ഇവൾ വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും ഇവളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്നാണ്, ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവൾ എന്നോട് വഴക്കിന് വരുന്നതെന്നൊക്കെ ആൻറ്റിയോട് പറയാണ്. പ്രീതയും കിരണുമാണെങ്കിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കിരണിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം സൃഷ്ടിയാണെങ്കിൽ വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ മിണ്ടാതിരുന്ന ആ പെണ്ണിനെ പോലെ എന്നെയും കൊന്നു കളയുവന്മാർ, അതുകൊണ്ട് ഞാൻ ബഹളം വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ബഹളം വെക്കുന്നുണ്ട്. ബാക്കിനകത്തിരുന്നിട്ടാണെങ്കിൽ തൊഴിക്കുന്നുണ്ട്. അതിലൊരുത്തൻ്റെ കാലാണെങ്കിൽ വയ്യാതായിട്ട് അവൻ വണ്ടി പെട്ടെന്ന് നിർത്തി വെളിയിലിറങ്ങുന്നു. ഗുണ്ടയുടെ കൂടെ വന്നവന്മാർ പറയാണ്, ഇവള് ഭയങ്കര പ്രശ്നക്കാരിയാണ്, നമ്മൾ ഇവളെ കൂട്ടിയിട്ട് പോയാൽ വീട്ടിൽ ചെന്നിട്ടാണേലും ഇവളെ ഉറക്കെ അലറും, അത് നാട്ടുകാരൊക്കെ അറിയുമെന്ന് പറയുന്നു. അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോകാമെന്ന് അവസാനം തീരുമാനിക്കുകയാണ്. സൃഷ്ടിയാണെങ്കിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകുന്നു. പ്രീതയും ഫാമിലിയും ആണെങ്കിൽ കിരൺ വീട്ടിൽ കൊണ്ടുവിടുന്നു. ആ സമയത്ത് മുത്തശ്ശി കിരണിനെ അനുഗ്രഹിക്കുവാണ്, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പ്രീതി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തെ ദിവസം അവൻ മുത്തശ്ശിയും അമ്മയും കയ്യിലെടുത്തിട്ടുണ്ട്, അവൻ ശരിക്കും അത്ര പ്രശ്നക്കാരനല്ലെന്നാണ് തോന്നുന്നത്, കുറച്ച് ജെന്റിൽമാൻ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ സ്വയം പറയുന്നു. കിരണാണെങ്കിൽ ഉടനെ തന്നെ പ്രീതയെ നോക്കിയിട്ട് പറയാണ്, നീ ചിന്തിക്കുന്നത് കറക്റ്റാണ്, ഞാൻ ജെന്റിൽമാൻ ആണെന്ന്. പ്രീതി അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് നീ എങ്ങനെ കേട്ടെന്ന്. കിരൺ അപ്പോൾ പറയാണ്, നീ മനസ്സിൽ വിചാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകുമെന്ന്. പോകാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നു. കിരണും അപ്പോൾ അകത്തേക്ക് വരികയാണ്. വീടിനകത്തേക്ക് വരുമ്പോൾ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നശിച്ചു കിടക്കുകയാണ്. പ്രീതയും അമ്മയൊക്കെ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇതെല്ലാം ആരാണ് ഇങ്ങനെ നശിപ്പിച്ചതെന്നൊക്കെ. എല്ലാവരും പെട്ടെന്ന് ജാനകി ആൻറ്റിയെക്കുറിച്ച് ഓർക്കുന്നു. ജാനകി ആൻറ്റിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് കരുതി റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ജാനകി ആൻറ്റിയാണെങ്കിൽ കട്ടിലിൽ നിന്നും താഴേക്ക് വീണ് കുത്തി നിൽക്കുകയാണ്. ജാനകി ആൻറ്റിയെ നേരെ കട്ടിലിൽ കിടത്തിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നു. ജാനകിക്കാണെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. സർലയാണെങ്കിൽ ജാനകിയോട് ചോദിക്കുകയാണ്, സൃഷ്ടി എവിടെ പോയി, ജാനകിയെ ഇങ്ങനെ ഇട്ടിട്ട് അവൾ എവിടെ പോയതാണെന്നൊക്കെ. പിന്നീട് എല്ലാവരും സൃഷ്ടിയെ വിളിച്ച് റൂം മൊത്തം നോക്കുന്നുണ്ട്, പക്ഷേ സൃഷ്ടിയെ കാണുന്നില്ല. കിരൺ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ കള്ളന്മാരാരുമല്ല കയറിയത്, അങ്ങനെയെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് പോയേനെ, പക്ഷേ ഈ വീട് മൊത്തം നശിപ്പിച്ചിട്ടേക്കുകയാണെന്നൊക്കെ പറയുന്നു. സൃഷ്ടിയെ വിളിക്കാൻ സർല പറയുകയാണ്. സർല പറയുന്നത് കേട്ടിട്ട് പ്രീത സൃഷ്ടിയെ വിളിക്കുന്നുണ്ട്, പക്ഷേ മൊബൈലാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതേപ്പോൾ പറയണ, സൃഷ്ടിയെ ഉറപ്പായിട്ടും ആരോ കടത്തിക്കൊണ്ട് പോയതാണ്, ആ സമയത്ത് മൊബൈൽ ഇവിടെ വീണു പോയതാണ്, എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു. ഇതയാണെങ്കിൽ ഒത്തിരി കരയുകയാണ്, അവൾ എന്നെ ഫോൺ വിളിച്ചതാണ്, അപ്പോൾ ഞാൻ കണ്ടില്ല, പിന്നെ ഞാൻ തിരിച്ചും വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കിരൺ ആണെങ്കിൽ പ്രീതയോട് പറയാണ് റിലാക്സ് ആകാൻ, അതുപോലെ തന്നെ പ്രീതയുടെ അമ്മയോടും പറയുന്നു. പക്ഷെ അപ്പോൾ പറയാണ് പെട്ടെന്ന് തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ. കിരൺ പറയാണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രോഹിത് ഏട്ടനെ വിളിച്ചു പറയാമെന്ന്.
അതേസമയം രോഹിത് ആണെങ്കിൽ അച്ഛനുമായിട്ട് ബിസിനസ് കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കിരൺ ഫോൺ വിളിക്കുന്നത്. ആദ്യം അച്ഛൻ ഫോൺ കൊടുക്കുന്നില്ല. പിന്നീട് രോഹിത് സംസാരിക്കണം, എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങുന്നു. കിരൺ ആണെങ്കിൽ രോഹിത്തിനോട് പറയാണ്, ഇവിടുത്തെ DCP നിനക്കറിയത്തില്ലേ, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. രോഹിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പറയാമെന്നാണ് സൂചിപ്പിക്കുന്നത്. കിരൺ ആണെങ്കിൽ പ്രീതയും പ്രീതയുടെ അമ്മയെല്ലാം കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. രോഹിത് ആണെങ്കിലും ഡ്രസ്സ് മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അതേസമയം സൃഷ്ടിയാണെങ്കിൽ അവർ കെട്ടിയിടുകയാണ് കസേരയിൽ. സൃഷ്ടി അപ്പോൾ പറയുന്നുണ്ട്, എന്നെ വെറുതെ വിട്, ഞാൻ ആരോടും ഒരു കാര്യവും പറയത്തില്ല എന്നൊക്കെ. ഉണ്ടയാണെങ്കിൽ സൃഷ്ടിയോട് വായടച്ചു വെക്കാൻ പറയുന്നു. സൃഷ്ടി അപ്പോൾ പറയണം, ഞാൻ എന്തിനാണ് വായടച്ചു വെക്കുന്നത്, നിങ്ങൾ ചെയ്തതെല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുമെന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്